ഹലോ മൈ വ്യൂവേഴ്സ്. അപ്പോൾ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഏത് സമയത്താണോ നിങ്ങളിത് കാണുന്ന ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ ആ രീതിയിൽ എടുക്കുക. റെസനേറ്റ് ആവാത്തവർ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനോ ഒരു നോളജിനോ വേണ്ടിയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. അതുപോലെ ഇതൊരു ജെൻഡർ സ്പെസിഫിക് റീഡിംഗ് അല്ല. അതുകൊണ്ട് ഞാൻ റീഡിങ്ങിൻ്റെ ഇടയിൽ ചിലപ്പോൾ അദ്ദേഹം അവരെന്നൊക്കെ ഒരു ഫ്ലോയിലങ്ങ് പറയും, നിങ്ങൾ ജെൻഡർ സ്പെസിഫൈ ചെയ്ത് അത് എടുക്കേണ്ട. സ്ത്രീ ആണെങ്കിൽ പുരുഷനായിട്ട് എടുക്കുക, പുരുഷനാണെങ്കിൽ സ്ത്രീ ആയിട്ട് എടുക്കുക. ഇത് എല്ലാ പേർക്കും റെസനേറ്റ് ആവുന്നതാണ്. ഹിയോ ഷീ എന്നുള്ള ഒരു കാര്യം അവിടെ വരുന്നില്ല. നമ്മൾ ജനറൽ എനർജിയാണ് ആകെ മൊത്തം നോക്കുന്നത്. അപ്പോൾ നമുക്കിനി റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ്, നിങ്ങളെ പറ്റി അവരെന്താണ് ചിന്തിക്കുന്നത്, അവരുടെ നിങ്ങളുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ ഒരു അഭിപ്രായം എന്താണ് എന്നാണ് നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് us. What is my viewers' person's opinion? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ പറ്റി ചിന്തിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്, അവരെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ സ്പെഷ്യൽ പേഴ്സണ് അവരെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ്, വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ്. ഇനി കാർഡ്സ് എടുക്കണം. ഞാൻ 2 കാർഡ് കൂടെ എടുക്കാം. അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന, നിങ്ങൾക്ക് കാർഡ്സ് കാണാമോ? ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ്, സെക്കൻഡ് കാർഡ് 3 ഓഫ് വാൻഡ്സ്, മജീഷ്യൻ, 4 ഓഫ് സ്വാർഡ്സ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, 9 of Pentacles, King of Wands. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് തലവയ്ക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നാണ് ആദ്യത്തെ ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് വെച്ച് ജോലി ചെയ്യുക, അങ്ങനെയുള്ള ഒരാൾ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ എടുത്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ. ഒരുപാട് കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നാണ് ഇവരുടെ ഒപ്പീനിയൻ. അതേപോലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഒന്നും എടുത്തു ചാടി തീരുമാനിക്കുന്ന ഒരാളല്ല. വളരെ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി തീരുമാനിച്ച് ഒരു പക്ഷേ ഒത്തിരി യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം നിങ്ങൾ. ലോങ് ടേം പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് എടുത്തു ചാടി ഒന്നും ചെയ്യുന്ന ഒരാളല്ല. നല്ലോണം ആലോചിച്ചിട്ട് മാത്രമേ എന്ത് കാര്യവും നിങ്ങൾ ചെയ്യാറുള്ളൂ. അതുപോലെ നിങ്ങൾ ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരാളാണ്, ഒരുപാട് കഴിവുകളുണ്ട്. അതേപോലെ നല്ല സ്പിരിച്വലായിട്ടുള്ള, നല്ല ദൈവഭക്തിയൊക്കെ ഉള്ള ഒരുപാട് കഴിവുകളുണ്ട് എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് പോസിറ്റിവിറ്റി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, ഈ പറഞ്ഞ പോലെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുള്ള ഒരാൾ. ഒരുപാട് കാര്യങ്ങളിൽ കഴിവുണ്ട്, അത് അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തിരി ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നതായിട്ടും അവർക്ക് തോന്നുന്നുണ്ട്.
കാരണം ഈ ഒരുപാട് റെസ്പോൺസിബിലിറ്റി എടുത്ത് വെച്ചിരിക്കുകയല്ലേ. അത് കാരണം അവരുള്ള ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടും ഇവർക്ക് തോന്നുന്നുണ്ട്. അതുപോലെ 4 ഓഫ് സ്വാർട്സിൻ്റെ എനർജി പറയുമ്പോൾ ഉറക്കമില്ലായ്മ, റെസ്റ്റ്ലെസ്നെസ്, ഈ ഓവർ തിങ്കിങ് കാരണം നിങ്ങൾ സഫർ ചെയ്യുന്നു, ഒരു ആവശ്യമില്ലാതെ നിങ്ങൾ സഫർ ചെയ്യുന്നു എന്നൊരു ചിന്തയും ഇവർക്കുണ്ട്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ 8 ഓഫ് പെൻറ്റക്കിൾസ് തന്നെ നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു അതിൽ നിങ്ങളുടെ 100%ഉം അതിന് മേലെയും കൊടുത്ത് ചെയ്ത് അതൊരു സക്സസ്ഫുള്ളായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതേപോലെ ഫൈനാൻഷ്യലൊക്കെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ ഒരു നല്ല സെൽഫ് ലവ് ചെയ്യുന്ന, ഗ്രൂമിങ്ങിലൊക്കെ വളരെ വളരെ പ്രസൻറ്റബിളായിട്ട് ഇരിക്കുന്ന, എവിടെയും ആര് കണ്ടാലും അയ്യെന്ന് പറയില്ല, അങ്ങനത്തെ ആര് കണ്ടാലും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങളുടേതായിട്ടുള്ള സമ്പാദ്യം നിങ്ങൾക്കുണ്ടായിരിക്കാം. അത് സൂക്ഷിച്ച് വെക്കാനും വേണ്ട പോലെ ചിലവാക്കാനും ആവശ്യങ്ങൾക്ക് നോക്കി ചിലവഴിച്ച് സ്വയം ഹാപ്പി ആയിട്ടും മറ്റുള്ളവരെ ഹാപ്പി ആയിട്ടും ഇരുത്തുന്ന ഒരു ക്യാരക്ടർ എന്നാണ് ഇവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിരിക്കുന്നത്. അത് കിങ്ങാണോ ക്വീനാണോ നമ്മൾ നോക്കേണ്ടതില്ല, എനർജിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ അവർ വിചാരിക്കുന്നത് നിങ്ങൾ വളരെ അട്രാക്റ്റീവായിട്ടൊരു പേഴ്സണാലിറ്റിയാണ്. അത് എന്ന് വെച്ചാൽ ആരെ വേണമെങ്കിൽ സംസാരിച്ച് അവരെ ആകർഷിക്കാൻ പറ്റുന്ന ഒരാൾ. കാണാനും നല്ലൊരാളായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, വളരെ പ്രസൻറ്റബിളായിട്ട് എപ്പോഴും ഗ്രൂമിങ്ങിലൊക്കെ നല്ല ശ്രദ്ധയുള്ള, കരിസ്മാറ്റിക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. എന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിച്ചാൽ ആൾക്കാർക്ക് ഇഷ്ടം തോന്നും, ആൾക്കാരെ പറഞ്ഞ വഴിക്ക് കൊണ്ടുവരാൻ കഴിവുള്ള, നന്നായി മാനിപ്പുലേറ്റ് ചെയ്ത്, അതായത് വഴക്കിനൊന്നും പോവാതെ നിങ്ങളുടെ കാര്യം സാധിക്കാൻ അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ കഴിവുള്ള നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, എല്ലാവരും വളരെ ഇഷ്ടത്തോടെ നോക്കുന്ന ഒരാളാണ് നിങ്ങളെന്നും ഇവർക്ക് അഭിപ്രായമുണ്ട്. എന്തെങ്കിലും ക്ലാരിഫൈ ആണോ? 1-2 കാർഡും കൂടെ എടുക്കാം നമുക്കല്ലേ. പ്ലീസ് ഗിവ് us 2-3 cards more. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ചുള്ള കൂടുതൽ ഒപ്പീനിയൻസ് എന്താണ്? ഏസ് ഓഫ് സ്വാർഡ്സ്. പുതിയ തുടക്കങ്ങളെ ഒന്നും ഭയപ്പെടാത്ത ഒരാളാണ്. സത്യമായി കണ്ട് റിയാലിറ്റി ഫേസ് ചെയ്യാൻ വളരെ ധൈര്യമുള്ള ഒരാൾ. ടീം വർക്കിനൊക്കെ വളരെ കഴിവുള്ള, എന്നുവെച്ചാൽ ഒരു ടീമിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ടീം മെമ്പേഴ്സ് എല്ലാം നിങ്ങളെ ഒരു ഉയർന്ന സ്ഥാനത്ത് കാണും. ഒരു നല്ല ടീമായിട്ട് എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി പറഞ്ഞ പോലെ ആൾക്കാരെ നയിക്കാൻ ശേഷിയുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ്, നിങ്ങൾക്ക് എന്തോ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട്. കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാർഡാണത്. ആ കാർഡ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ക്ലാരിഫൈ 9 ഓഫ് കപ്സ്. ഇദ്ദേഹത്തിന് നിങ്ങളെ കിട്ടുന്നത് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതാണ് പുള്ളിയുടെ ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറം ഇദ്ദേഹത്തിനൊന്നും കിട്ടാനില്ല. ജീവിതത്തിൽ വേറെ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ അതിലൊരർത്ഥവും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അതാണ് അവർ നിങ്ങളെ പറ്റിയുള്ള ഒപ്പീനിയൻ. അതിനി ക്ലാരിഫൈ ചെയ്യണോ? 9 ഓഫ് കപ്സിന് മേലെ എന്ത് കാർഡ് വരാനല്ലേ? അതാണ് നിങ്ങളുടെ ഒപ്പീനിയൻ. അതായത് നിങ്ങളെക്കാൾ വില പിടിച്ചതായിട്ട് അവരുടെ ലൈഫിൽ ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞ. നല്ലൊരു പോസിറ്റീവ് റീഡിംഗ് ആയിരുന്നില്ലേ ഇന്ന്, അല്ലേ? ഡിവൈൻ മെസ്സേജസ് വേണോ ഇന്ന്? ഏഞ്ചൽ ഗൈഡൻസ് എടുത്തേക്കാം പ്ലീസ്. Give today's angels guidance. Angels guidance for today. It is safe for you to love. നിങ്ങൾ കറക്റ്റായ ഒരാളെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗിവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. സ്നേഹം കൊടുത്ത് സ്നേഹം കൈവിട്ടു.
കോഡിപ്പെൻഡൻസി, അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. ഇവിടെ അഡിക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഈ എല്ലാത്തിലും കൊണ്ട് തലയിടുന്ന ഒരു ക്യാരക്ടറായിരിക്കാം കേട്ടോ. അല്ലാതെ ഇവിടെ വേറെ അഡിക്ഷൻ്റെ എനർജി ഒന്നും കാണുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഓവർ സ്നേഹം, അതും ഒരു അഡിക്ഷനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിലും ഒരു കൺട്രോൾ വരുത്തുക. ഒരുപാട് കോഡിപ്പെൻഡൻസിയും നല്ലതല്ല. ഹാർട്ട് ടു ഹാർട്ട് കൺവേഴ്സേഷൻസ്, ഓണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. പരസ്പരം തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. അത് നമ്മുടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഓൾറെഡി ആ ഒരു മോഡിൽ തന്നെയാണ്. അത് കീപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക, എല്ലാം നല്ലത് തന്നെ വരും. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണം. ഷോർട്സ് അപ്ലോഡ് ചെയ്തേക്കാം, കണ്ടേക്കണേ. അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് ഉടനേക്കാം.